ഹലോ ഫ്രണ്ട്സ്, ദ ലേണിംഗ് ട്രാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേട്ടറ്റ് കാറ്റഗറി 3 ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ന്യൂമറിക്കൽസ് ആണ്. ന്യൂമറിക്കൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ഇമേജ് ഫോർമേഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്, അതുപോലെ ഫോർമുലാസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ന്യൂമറിക്കൽസും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇമേജ് ഫോർമേഷൻ ബൈ പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ ആണ്. പ്ലെയിൻ മിററിന്റെ കേസിൽ ഇമേജ് എന്ന് പറയുന്നത് ഒരു വെർച്വൽ ഇമേജ് ആണ് അല്ലേ. പ്ലെയിൻ മിററിന്റെ കേസിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് വെർച്വൽ ആണ്, അതായത് ഇറ്റ്സ് നോട്ട് റിയൽ ഇമേജ്. ഓക്കെ, അതുപോലെ ഇറക്റ്റ് ഇമേജ് ആണ്, ലാറ്ററലി ഇൻവേർട്ടഡ് ആണ്. എന്താണ് ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ? അതായത് നമുക്കറിയാം, ഒരു പ്ലെയിൻ മിററിന്റെ മുമ്പിൽ നിന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്ലെയിൻ മിററിന്റെ മുമ്പിൽ നിന്ന് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ലൈറ്റ്, അതായത് നമ്മുടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് ആയിട്ടും ലെഫ്റ്റ് സൈഡ് റൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു. അതിനെയാണ് ലാറ്ററലി ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതുപോലെ പ്ലെയിൻ മിററിന്റെ കേസിൽ ഇമേജ് സൈസും ഒബ്ജക്റ്റ് സൈസും ഈക്വൽ ആണ്, ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഓക്കെ, ഇനി ഒരു കോൺകേവ് മിററിന്റെ കേസിൽ കോൺകേവ് മിറർ ഇസ് എ കൺവേർജിങ് മിറർ. എന്താണ് കൺവേർജിങ് മിറർ എന്ന് പറഞ്ഞാൽ? കോൺകേവ് മിറർ അതിലേക്ക് വരുന്ന, അതായത് പാരലായിട്ട് വന്ന് വീഴുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ അതൊരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക്, അതായത് എല്ലാ ലൈറ്റ് റേസും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യുന്നു. ആ പെർട്ടിക്കുലർ പോയിന്റിനെ ഫോക്കസ് എന്ന് പറയുന്നു. അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോൺകേവ് മിററിന്റെ കേസിൽ മോസ്റ്റായിട്ടും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും മോസ്റ്റ്ലി അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ നമുക്ക് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടുന്നത്. സൈസ് ഓഫ് ദി ഇമേജ് എന്താണ്? ഹൈലി ഡിമിനിഷ്ഡ് ആണ്. അതുപോലെ നമ്മൾ ഓരോ സ്ഥലം, അതായത് ഓരോ പൊസിഷനും മാറ്റി മാറ്റി വെക്കുമ്പോൾ നമുക്കറിയാം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, പക്ഷെ സൈസ് ഓഫ് ദി ഇമേജ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ, എൻലാർജ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അവസാനം നമ്മുടെ കോൺകേവ് മിററിനോട് ഏറ്റവും അടുത്ത് വരുമ്പോൾ, അതായത് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസിന്റെ ഇടയിൽ വരുമ്പോൾ എന്താണ് ഇമേജ് എന്ന് പറയുന്നത്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. സൈസോ വളരെ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. എന്തുകൊണ്ടാണ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിഹൈൻഡ് ദ മിറർ ആണ്. അപ്പോൾ ഈ കേസുകളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു കോൺവെക്സ് മിററിന്റെ കേസിൽ, കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഡൈവേർജിങ് മിറർ ആണെന്ന് ഓർത്തിരിക്കുക. ഡൈവേർജിങ് മിറർ എന്ന് പറഞ്ഞാൽ കോൺവെക്സ് മിററിലേക്ക് പാരലലായിട്ട് വന്ന് വീഴുന്ന ലൈറ്റ് റേസ് അതിൻ്റെ റിഫ്രാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ആ ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്തു പോകുന്നു. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ആ ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്തു പോകുന്നു. അപ്പോൾ ആ പോയിന്റിനെ നമ്മൾ പറയുന്നത് അതിൻ്റെ ഫോക്കസ് എന്നാണ്. പക്ഷെ അതൊരു വെർച്വൽ ഫോക്കസ് ആണ്, റിയൽ ആയിട്ടുള്ള ഇമേജ് അല്ല ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്. അതുപോലെ ഇമേജ് ഈസ് ഹൈലി ഡിമിനിഷ്ഡ് ഓർ പോയിന്റ് സൈസ് ആണെന്നും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് ഇമേജ് ഫോർമേഷൻ ബൈ എ പ്ലെയിൻ മിറർ ആണ്. അതായത് പ്ലെയിൻ മിററിന്റെ കേസിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണിത്. നമ്മളൊരു രണ്ട് മിറേഴ്സ്, M1 M2 എന്ന് പറഞ്ഞ രണ്ട് മിറേഴ്സ് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ, അതായത് ഇത് രണ്ടും രണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻസ് സംഭവിക്കും അല്ലേ. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസിൻ്റെ ഫലമായിട്ട് അവിടെ ഇമേജസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മിറേഴ്സ് വെച്ചിരിക്കുന്ന ആംഗിൾ. ഓക്കെ, ഈ രണ്ട് മിറേഴ്സും ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ഇടയിലുള്ള നമ്പർ ഓഫ് ഇമേജസ്. അപ്പോൾ അത് കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് 360 by theta എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഇമേജസ് കാണാനുള്ള ഇക്വേഷൻ ആണ് 360 by theta. ഈ 360 by theta ചെയ്യുമ്പോൾ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഇമേജസ് കാണാൻ 360 by theta നിന്ന് ഒരു 1 മൈനസ് ചെയ്യുക. ഓക്കെ, 360 by theta നിന്ന് ഒരു 1 മൈനസ് ചെയ്യുക. എങ്ങനെയുള്ള കേസിലാണ് 360 by theta ചെയ്യുമ്പോൾ ഒരു ഈവൻ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ? ഇനി ഒരു ഓഡ് നമ്പർ ആണ് കിട്ടുന്നതെങ്കിലോ ഒന്നും ചെയ്യേണ്ട, n is equal to 360 by theta
തീറ്റ അത് തന്നെയായിരിക്കും അവിടുത്തെ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് തീറ്റ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അതായത് രണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസസിനിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 360 ബൈ തീറ്റയാണ്. അതായത് 360 ബൈ 90. അപ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒരു -1 ചെയ്യുക. അപ്പോൾ 4 - 1 എത്രയാണ്? 3. അപ്പോൾ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ മിറർ ഫോർമുലയിലേക്ക് വരികയാണ്. മിറർ ഫോർമുല എന്താണ്? 1/f = 1/u + 1/v ആണ്. അതിൽ നിന്ന് ഫോക്കൽ ലെങ്ത് എന്താണ്? f = uv/u + v ആണെന്ന് ഓർത്തിരിക്കുക. അതിൽ u എന്താണ്, v എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. u എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ, ആൻഡ് v ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ, ആൻഡ് f എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ദ പോൾ. ഓക്കെ. ഇനി മിറർ ഫോർമുല ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഈ ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും മിറർ ഫോർമുല ചേഞ്ച് ചെയ്യുന്നില്ല. മിറർ ഫോർമുല ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഇക്വേഷൻ ആണ് r = 2f. അതായത് ഡബിൾ ദ ഫോക്കൽ ലെങ്ത് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ r = 2f. അപ്പോൾ അതിൽ നിന്നും ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ കിട്ടിയല്ലോ, r/2. അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ട് ഫോക്കൽ ലെങ്ത് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ജസ്റ്റ് /2 ചെയ്യുക. ഓക്കെ. ഇനി മാഗ്നിഫിക്കേഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സിന്റെ ഇക്വേഷൻ എന്ന് ഓർത്തിരിക്കുക. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. സ്ഫെറിക്കൽ മിറേഴ്സിന്റെ കേസിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. v/u ആണെന്ന് ഓർത്തിരിക്കുക. അതിൽ മാഗ്നിഫിക്കേഷൻ =1 ആണെങ്കിൽ സൈസ് ഓഫ് ദി ഇമേജും സൈസ് ഓഫ് ദി ഒബ്ജക്റ്റും ഈക്വൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ >1 ആണെങ്കിലോ സൈസ് ഓഫ് ദി ഇമേജ് ആണ് കൂടുതൽ. ഓക്കെ. സൈസ് ഓഫ് ദി ഇമേജ് ഇസ് ഗ്രേറ്റർ ദാൻ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ <1 ആണെങ്കിൽ സൈസ് ഓഫ് ദ ഇമേജ് ഇസ് ലെസ് ദാൻ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് ഇവിടെ വലുത്. ഏത് കേസിലാണ്? മാഗ്നിഫിക്കേഷൻ <1 എന്ന് പറയുന്ന കേസിൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും വലുത്. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് വന്നാൽ ഇമേജ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? കോൺവെക്സ് മിറർ ആണ് അല്ലേ? അപ്പോൾ ഒരു കോൺവെക്സ് മിററിന് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ് ആൻഡ് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? കോൺകേവ് മിറർ ആണ്. അപ്പോൾ ഫോർ എ കോൺകേവ് മിറർ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു ക്വസ്റ്റൻ ആണ്. എ സ്ഫെറിക്കൽ മിറർ പ്രൊഡ്യൂസസ് എ മാഗ്നിഫിക്കേഷൻ ഓഫ് -1 ഓൺ എ സ്ക്രീൻ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 50 cm ഫ്രം ദ മിറർ. റൈറ്റ് ദ ടൈപ്പ് ഓഫ് മിറർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട് -1 ആണ്. അപ്പോൾ നമുക്കറിയാം നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇമേജ് എന്താണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? കോൺകേവ് മിറർ ആണ് അല്ലേ? അതുപോലെ നമുക്കിവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ 50 cm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഫോക്കൽ ലെങ്ത് കാണാലോ. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ r/2 ആണ്. സോ 50/2 ഇറ്റ് ഇസ് 25 cm. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഒബ്ജക്റ്റ് is kept at a distance of 4 meter in front of a spherical mirror which forms its erect image at a distance of 1 meter from the mirror. What is the magnification? Is the mirror concave or convex? അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 4 meter ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് 1 meter എന്നും തന്നിട്ടുണ്ട്. ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണെന്നും ഓർത്തിരിക്കുക ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇറക്റ്റ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? കോൺവെക്സ് മിറർ ആണ് അല്ലേ? അപ്പോൾ കോൺവെക്സ് മിററിന്റെ കേസാണ്. അതായത് ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് -4 meter ആണ്. എന്തുകൊണ്ടാണ് -4 meter എടുത്തത്? അതായത് നമ്മൾ മിറേഴ്സിന്റെ കേസിൽ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് നമ്മൾ മിറേഴ്സിന്റെ കേസിൽ നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, അതായത് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഇമേജ് ഡിസ്റ്റൻസ് ആണെങ്കിലും എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഈ പോളിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ പോളിൽ നിന്നും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഇരിക്കുന്ന എവിടെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആയിരിക്കും. അപ്പോൾ പോളിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റ് റേ ആണ്. ഈ ഇൻസിഡന്റ് ലൈറ്റ് റേസിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വാല്യൂ വന്നത്.
ഇമേജ് എവിടെയാണ്? ഫോക്കസിലാണ്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ ഈ പോളിൽ നിന്ന് മെഷർ ചെയ്യുന്നത് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡന്റ് ലൈറ്റ് ആണ്. ഇൻസിഡന്റ് ലൈറ്റയുടെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ ഇമേജ് എടുക്കുന്നത്, ഇമേജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് +1m. ഓക്കെ, ഇനി നമ്മൾ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -v/u. അപ്പോൾ -1/4, സോ +1/4. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്, അതുപോലെ <1 ആണ്. അപ്പോൾ മിറർ എന്താണ്? കോൺവെക്സ് മിറർ ആണ്. നമ്മൾ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വാല്യൂ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കോൺവെക്സ് മിറേഴ്സിന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിൽവർ സ്പൂൺ is kept at the bottom of a glass jar full of water of height 80 centimeter. Refractive index is 4/3. What is the height of the spoon when viewed directly through the air? അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് റിയൽ ഡെപ്ത്, അപ്പാരന്റ് ഡെപ്ത് ഇതുമായിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണിത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് ജാറിലുള്ള ആ ഒരു ഹൈറ്റ്, വാട്ടറിൻ്റെ ഫുൾ ഓഫ് ഗ്ലാസ് ജാർ ഫുൾ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഹൈറ്റ് ആണ് റിയൽ ഡെപ്ത് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്പൂണിൻ്റെ ഹൈറ്റ്. അപ്പോൾ അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 4/3, റിയൽ ഡെപ്ത് 80. അപ്പോൾ അപ്പാരന്റ് ഡെപ്ത് എന്താണ് കണ്ടുപിടിക്കുക? ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 80 × 3/4 എന്ന് വരും. സോ ഇറ്റ് ഈസ് 60 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ലെൻസിന്റെ കേസിലേക്ക് വരുമ്പോൾ, ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ്. നമ്മൾ പറഞ്ഞു കോൺവെക്സ് മിറർ എന്താണ്? ഡൈവേർജിങ് മിറർ ആണ് അല്ലേ? കോൺവെക്സ് ലെൻസ് ഒരു കൺവേർജിങ് ലെൻസ് ആണ്. അതായത് കോൺവെക്സ് ലെൻസിലേക്ക് പാരലായിട്ട് വന്ന് വീഴുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് സംഭവിക്കുന്നു? ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് അത് കൺവേർജ് ചെയ്യുന്നു. ആ പോയിന്റിനെ ഫോക്കസ് എന്ന് പറയുന്നു, റിയൽ ഇമേജ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ മോസ്റ്റ്ലി അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഒരേ ഒരു പൊസിഷനിൽ മാത്രം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇമേജ് സൈസും അത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, ഇനി കോൺകേവ് ലെൻസിന്റെ കേസിൽ എന്താണ്? കോൺകേവ് ലെൻസ് ഒരു ഡൈവേർജിങ് ലെൻസ് ആണ് അല്ലേ? അതായത് ഈ കോൺകേവ് ലെൻസിലേക്ക് പാരലായിട്ട് വന്ന് വീഴുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് സംഭവിക്കുന്നു? ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്തു പോകുന്നു. വെൻ ലൈറ്റ് റേസ് ഫോൾസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ദേ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ കോമൺ പോയിന്റ് on the principal axis and it is called virtual focus. അവിടെയാണ് virtual focus എന്നാണ് അതിനെ പറയുന്നത്. അവിടെയാണ് virtual and erect image പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ലെൻസ് ഫോർമുല എന്താണ്? 1/f is equal to 1/u minus 1/f is equal to 1/v minus 1/u. So f is equal to uv/u plus u minus v ആണ് കേട്ടോ. ഒരു ലെൻസ് ഫോർമുലയാണ് f is equal to uv/u minus v. മിററിന്റെ ഫോർമുലയിൽ നമ്മൾ പഠിച്ചു f എന്ന് പറഞ്ഞാൽ എന്താണ്? uv/u പ്ലസ് v ആണ്. ലെൻസ് ഫോർമുലയിൽ f is equal to uv/u minus v ആണെന്ന് ഓർത്തിരിക്കുക. അതിൽ u ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും v ഇമേജ് ഡിസ്റ്റൻസും ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ആണ് എന്താണ്? v/u ആണ്. പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. മാഗ്നിഫിക്കേഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സിന്റെ കേസിൽ ഒരു -v/u വരും. ലെൻസിന്റെ കേസിൽ v/u തന്നെയാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ പവർ ഓഫ് എ ലെൻസ് അല്ലെ, ഒരു ലെൻസിന് നമ്മൾ പവർ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് ആണെന്ന് ഓർത്തിരിക്കുക. Okay, power of a lens is a reciprocal of the focal length, that is power is equal to 1/f. പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്, ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ D ആണ്. ഇനി ഒരു ഡൈവേർജിങ് ലെൻസസ് ഹാവ് നെഗറ്റീവ് ഫോക്കൽ ലെങ്ത്, സോ ദേ ഓൾസോ ഹാവ് നെഗറ്റീവ് പവർ വാല്യൂസ്. ഒരു ഡൈവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ കോൺകേവ് ലെൻസിന് നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും, അതിൻ്റെ പവറും നെഗറ്റീവ് വാല്യൂ തന്നെ ആയിരിക്കും. കൺവേർജിങ് ലെൻസ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസ് ഹാവ് പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ആൻഡ് സോ ദേ ഓൾസോ ഹാവ് പോസിറ്റീവ് പവർ വാല്യൂസ്. അതായത് ഒരു കൺവേർജിങ് ലെൻസ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസിന് പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും. അപ്പോൾ അവരുടെ പവർ വാല്യൂസും പോസിറ്റീവ് തന്നെ ആയിരിക്കും.
ഇനി ഒരു നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതായത് ഫൈൻഡ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 2 മീറ്റർ. അപ്പം നമ്മൾ ഇത്തിരി മുമ്പ് പഠിച്ചു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ പവറിന്റെ ഇക്വേഷനിൽ 1/f എഴുതുമ്പോൾ 1/-2 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? -0.5 ഡയോപ്റ്റർ എന്ന് പവർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കോൺകേവ് ലെൻസിന്റെ കേസിൽ എന്താണ് പവർ നെഗറ്റീവ് ആയിരിക്കും, കോൺവെക്സ് ലെൻസിന്റെ കേസിൽ പവർ പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സുമായിട്ട് ഞാൻ വേഗം തന്നെ വരാം. ഓക്കെ, ബൈ.